അപ്പോ എന്നെ സംബന്ധിച്ച് ഇനിയാണ് അഖി ശ്യാമയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അല്ല, മോൾക്കെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഒന്നുമില്ലമ്മേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മോളെ നിക്ക്. മോള് വെറുതെ ചോദിച്ചതല്ല. എന്താ കുറച്ച് വിപുലമായിട്ട് നടത്തണം? മോള് പറ. ഒരു ഹാളൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വേണോ? ഒന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോ എന്തൊക്കെയോ തോന്നി, അതാ. മോളെ എന്താ മോളെ? മോള് ശ്യാമയും തമ്മിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടല്ലേ? അതുപോലെ മോളും ആദ്യം തമ്മിലും ചെറിയൊരു പരിഭവമുണ്ട്. നീ ഞങ്ങളുടെ മൂത്ത മോള. നീയല്ലേ ഈ ചടങ്ങ് മുന്നിൽ നിന്ന് നടത്തേണ്ടത്. അന്ന് ഞങ്ങളെ കമ്പനിക്കാരെ സംസാരിക്കാൻ വിളിച്ചപ്പോ മോള് വല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടാ പോയത്. രാത്രി വന്ന് ക്ഷമ പറഞ്ഞു, കരഞ്ഞു. എന്താ മോളെ? അച്ഛനോടും അമ്മയോടും പറ. അല്ലമ്മേ, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. കല്യാണം നടത്തണമെന്നാണോ വെറുതെ ചോദിക്കുന്നേ? അല്ല, ഒന്നുമില്ല, വെറുതെ. ഞാൻ പോട്ടെ അമ്മേ. മോളെ എന്താ ഇവക്ക് പറ്റിയേ? എന്തൊക്കെയാ അമൃത ഈ പറയുന്നേ? ആദ്യമായുള്ള പിണക്കം അമൃതയെ ആകെ ബാധിച്ചിരിക്കുക. വിവാഹം കഴിയട്ടെ, നമുക്കിടപെടാം, എല്ലാം പരിഹരിക്കാം. അതിനു മുമ്പ് ഒരു സംസാരവും തർക്കമൊന്നും വേണ്ട. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നെ കൈവിടരുത്. അമൃതയടുത്തേക്ക് ഞാൻ കാരണം എന്തോ വിഷമം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എന്നെ അറിയിക്കണം. ശ്യാമേ, എന്താടോ? എന്റെ സന്തോഷം മുഴുവൻ ഇല്ലാതാവാ സർ. ആദ്യം ഞാൻ മനസ്സുകൊണ്ട് അമൃതയടുത്തെ കുറ്റപ്പെടുത്തിയത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു കുറ്റം എന്റെ ഭാഗത്താണെന്ന്. ഒരു കാരണമില്ലാതെ അമൃതയടുത്തെ വെറുതെ ദേഷ്യം കാണിക്കുക. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അമൃതയടുത്ത് പറയുന്നുമില്ല. എന്തായാലും താലി കെട്ട് കഴിയട്ടെ. അതുവരെ മറ്റൊന്നും ചിന്തിക്കണ്ട. പിന്നെ നാളെ പുതിയ പാട്ടിന്റെ റെക്കോർഡിംഗ്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേ. അപ്പോ മനസ്സങ്ങ് ശാന്തമാവും. ഞാൻ എങ്ങനെയാ സർ പാടുന്നത്? മനസ്സ് സന്തോഷിച്ചാലല്ലേ പാട്ട് പാടാൻ പറ്റുള്ളൂ. തിരിച്ചും സംഭവിക്കുമല്ലോ. പാട്ട് പാടിയാ സന്തോഷം വരും. ആ, അമൃതേർത്തി എന്താക്കി? അമൃതേർത്തി, ഞാൻ അമൃതേർത്തിയെ വിഷമിപ്പിക്കുന്നതല്ല. ശ്യാമയ്ക്കൊരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുക. ശ്യാമ അമൃതേർത്തിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അഥവാ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ? എഴുതി പറഞ്ഞാലല്ലേ തെറ്റ് തിരുത്താൻ പറ്റുമോ? അഖി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്നോട് ചോദിക്കണ്ടെന്ന്. എന്നോട് ചോദിക്കണ്ട. ശരി, എങ്കിൽ വേണ്ട, പറയണ്ട. എഴുത്തിയും
ഐശ്വര്യത്തിന്റെ കൂടെ ചേർന്നു അല്ലേ? ദേ, ശ്യാമയ്ക്ക് ഞാനുണ്ട്. ലോകത്തിൽ ആരൊക്കെ ശ്യാമ എതിർത്താലും ഞാനുണ്ട് എന്റെ ശ്യാമയുടെ കൂടെ. ചുമ്മാ ദേഷ്യം കാണിച്ച് നടക്കുന്നവരോടെ പോയി പണി നോക്കാൻ പറ. താൻ വിഷമിക്കാതെ. തന്നെ ഞാനും എന്നെ താനും മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതി. വേറെ ആരും സ്നേഹിക്കണ്ട. ഏയ്, ഞാനുണ്ടോ കൂടെ, വിഷമിക്കാതിരിക്കേ. വാ വാ. എന്നെ സംബന്ധിച്ച് പ്രധാനം അഖിലിന്റെയും ശ്യാമയുടെയും ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളതാ. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. അതിനിടയിലായി കൃഷ്ണതുളസി കേസ്. അത് ജഗൻജി തന്നെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. എന്റെ ജയേഷ്, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. അരുന്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കൃഷ്ണ തുളസിയെ കണ്ടെത്തി കൊടുത്തേ പറ്റൂ. വേറൊരു പാട്ടുകാരി ഒന്ന് പാടുന്നതിൽ ആ വിസ്മയ്ക്ക് എന്തിനാ വേവലാതി? ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ കഥകൾ ഒരുപാടുണ്ട് പറയാൻ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ജയേഷ് ഞെട്ടും. കൃഷ്ണ തുളസിയുടെ ശബ്ദവും വിസ്മയുടെ ശബ്ദവും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ ഒരു ചതിയുണ്ടോ എന്ന് വിസ്മയ്ക്ക് ഒരു സംശയം. ആ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. രണ്ടു പാട്ടുകാർക്ക് ഒരുപോലെ ശബ്ദം ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. പക്ഷേ ആ പാട്ടുകാരി, അതായത് കൃഷ്ണ തുളസി, എന്തിനു മറഞ്ഞിരിക്കണം? ആ പാട്ടുകാരി അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. നാളെ നമ്മൾ ആ സ്റ്റുഡിയോയിൽ രാവിലെ മുതൽ തന്നെ ഉണ്ടാവണം. പാടാൻ വരുന്ന കുറച്ചു പേരേ ഉണ്ടാവൂ. അതുകൊണ്ട് അവിടെ നിന്ന് ഈ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ എളുപ്പമാ. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ ഈ കൃഷ്ണ തുളസിയെ കുറിച്ചുള്ള വിവരങ്ങൾ എടുക്കും, നേരിട്ട് തന്നെ ചോദിക്കും. എന്നിട്ട് ആ വിവരങ്ങൾ അരുന്ധതിക്ക് കൈമാറും. അങ്ങനെ കൈമാറിയാൽ എനിക്കെന്താ ഗുണം? ഗുണങ്ങളെ ഉണ്ടാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. അതിനൊക്കെ അപ്പുറം നാളെ ജയേഷിനോട് വിസ്മയുടെ പാട്ടിനെ കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി ഞാൻ പറയും. നിങ്ങൾ സസ്പെൻസ് ഇടാതെ കാര്യം പറ. ചിലതൊക്കെ സസ്പെൻസ് ഇട്ടാലല്ലേടോ ഒരു രസമുള്ളൂ. ഞാൻ നാളെ പറയാം. ജയേഷെ, നമ്മൾ ഒരു ടീമായിട്ട് നിന്നാൽ അത്ഭുതങ്ങൾ തന്നെ നടക്കും. എന്തിനും ഞാൻ തയ്യാറാ. എനിക്ക് നേട്ടമുണ്ടാവുകയാണെങ്കിൽ ഏത് മരണക്കളിക്കും ഞാനുണ്ട് കൂടെ. അഖിലിനെയും ശ്യാമയെ ഇല്ലാതാക്കുന്നതിൽ എനിക്ക് പ്രതിഫലം വേണ്ട. അത് എന്റെ വ്യക്തിപരമായ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിരിക്കട്ടെ, ഈ ഐശ്വര്യയുടെ ക്യാരക്ടർ എങ്ങനെ? തൽക്കാലം നമുക്ക് അവളെ കൂടെ നിർത്താം. ഭാവിയിൽ എന്ത് വേണമെന്നുള്ളത് പിന്നെ തീരുമാനിക്കാം. അപ്പോ നമ്മൾ നാളെ സ്റ്റുഡിയോയിൽ കാണുന്നു. ഡൺ. കമ്പനിയിൽ വലിയ പോസ്റ്റിൽ ചേരുണ്ടായിരുന്നു. അച്ഛനോട് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് മാറാമായിരുന്നു. അമൃതയുടെ പ്രധാന ദേഷ്യം അത് തന്നെയായിരിക്കും. പക്ഷെ അമൃതയുടെ എല്ലാത്തിനും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നാണല്ലോ. വേണ്ട, എന്തായാലും ഞാൻ ഈ ജോലിയിൽ തുടരുന്നില്ല.
എന്നോട് ക്ഷമിക്കണം. സാറിനോട് പറഞ്ഞ രാജിവെക്കാൻ സാർ സമ്മതിക്കില്ല. എനിക്ക് സമാധാനം വേണം സാർ. ഈ ഒരു ജോലിയിലിരുന്ന എനിക്ക് സമാധാനം കിട്ടില്ല. സാർ ക്ഷമിക്കണം. ആനന്ദേട്ടാ, കല്യാണം നമ്മൾ വീട്ടിൽ വെച്ച് ചെറിയ ചടങ്ങായിട്ടാ നടത്തുന്നെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് കുറവൊന്നും വരുത്തണ്ട. എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ. എന്തൊക്കെയാ വേണ്ടതെന്ന് വസു തന്നെ എല്ലാവരോടും തിരക്കിയാൽ മതി. എല്ലാവരും ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷായിട്ട് പോകുന്നത് കണ്ടാ മതി എനിക്ക്. അതെ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇതാരാ ഈ ആ സമയത്ത്? വസു നോക്ക്. മോളോ, വാ മോളെ. എന്താ മോളെ? വാ. വാ മോളെ. ഓഫീസിൽ എന്തെങ്കിലും കാര്യമാണോ? അച്ഛാ, കമ്പനിയിൽ നിന്ന് ഞാൻ രാജിവെക്കാം. എന്റെ രാജിക്കത്ത ഇത്. രാജിവെക്കുന്നോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്താ മോളെ ഇത്? ആനന്ദേട്ടാ, ശ്യാമയ്ക്ക് ഓഫീസിൽ നിന്ന് മോശമായ വല്ല അനുഭവം ഉണ്ടായോ? അതോ ശ്യാമയുടെ ജോലി ശരിയാവുന്നില്ലേ? അയ്യോ അമ്മ, അതുകൊണ്ടൊന്നും അല്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഓഫീസ് ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? അച്ഛാ, അതെനിക്കറിയില്ല. മനസ്സാകെ അസ്വസ്ഥമാവുക. ഞാൻ രാജിവെക്കുന്ന തന്നെയാ നല്ലത്. ഓഹോ, രാജിവെക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ മനസ്സിന്? എന്താ മോളെ കാര്യമൊന്ന് തെളിച്ചു പറ. ഈശ്വര, 2 ദിവസം കൂടി കഴിഞ്ഞ നിങ്ങളുടെ വിവാഹ. ഓരോ കാര്യങ്ങളെ ഞാനങ്ങ് അവഗണിച്ചത് നടക്കാൻ പോകുന്ന ചടങ്ങിനെ ഉദ്ദേശിച്ച. പക്ഷെ ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റ് അതങ്ങനെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അച്ഛാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഇതൊരു ചെറിയ കാര്യമല്ല. ഇതെന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയണം. മാറ്, ഏയ് മാറിയിരിക്ക്. മോളെ. ആദി, ആനന്ദേട്ടാ, ഒന്ന് നിന്നേ. അഖി, അരുൺ, ആദി, എവിടെ എല്ലാരും? താഴേക്ക് വാ. ഈശ്വര, ആദി, താഴേക്ക് വരാൻ. ഇതോടെ പോയി ശ്യാമേ. എനിക്കറിഞ്ഞൂടാ. എല്ലാരും വരട്ടെ. അപ്പച്ചി, എന്താ അപ്പച്ചി? എനിക്കറിയില്ല മോനെ. എന്താ എല്ലാരും കൂടെ? എന്താ ശ്യാമേ, താനിത് എപ്പോഴാ വന്നേ? എന്താ അച്ഛാ, എന്താ അച്ഛാ കാര്യം? പറയാം. ഏട്ടാ എന്താ? എന്റെ അഖി, എനിക്കറിയില്ല. അമൃത എവിടെ? അമൃത, അമൃത. അച്ഛാ, കാര്യം എന്താന്ന് പറ. അമൃതയും കൂടെ വരട്ടെ. അമൃത, ശ്യാമ എന്താന്ന് പറയേ? സാർ, ഒരു പ്രധാനപ്പെട്ട വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം അറിയാനാ രാത്രി ഇവിടെ വിളിച്ചു കൂട്ടിയത്. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന സ്ഥാനം ശ്യാമ രാജിവെക്കുകയാണ്.
ആദ്യം നിങ്ങൾക്കിതിനെ കുറിച്ചുള്ള അഭിപ്രായം എനിക്കറിയണം. പിന്നീട് എനിക്കിതിന്റെ പിന്നിലുള്ള കാരണവും അറിയണം. എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇതേ ഒരു നല്ല തീരുമാനമാണ്. ഒന്നാമത് കല്യാണം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ എപ്പോഴും വീട്ടിലാ. ഓഫീസ് കാര്യങ്ങളിലല്ല, വിവാഹ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. രാജിക്കത്ത് സ്വീകരിക്കണം. മത്സരത്തിൽ രണ്ടാമത് വന്ന എന്നെ ശ്യാമയുടെ സ്ഥാനത്ത് നിയമിക്കണം. ഒരിക്കലും പാടില്ല. ശ്യാമേ, എന്ത് വിഡിത്താ മോളെ നീ കാണിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അച്ഛനോടോ ഞങ്ങളോടൊക്കെ ഒന്ന് ചർച്ച ചെയ്തൂടെ? അല്ലെങ്കിൽ അഖിലിനെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ? അച്ഛാ, അച്ഛാ, അച്ഛൻ ഈ രാജിക്കത്ത് കീറിക്കളയണം. പെട്ടെന്നുണ്ടായ എന്തോ വിഷമത്തി ശ്യാമ രാജിക്കത്ത് തന്നേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വരുമ്പോ രാജി എഴുതി തന്നിട്ട് പോകാനുള്ള സ്ഥാനമല്ല ഇത്. ഇനി ശ്യാമയല്ല, നിങ്ങൾ എല്ലാവരും രാജിവെച്ചാലും കമ്പനി മുന്നോട്ട് തന്നെ പോകും. ഞാനും വസുന്ധരയും കൂടെ തുടങ്ങിയതായത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തിക്കൊണ്ടുപോകും. വ്യക്തിയല്ല, പ്രസ്ഥാനമാണ് വലുത്. എത്രയോ ഭരണാധികാരികൾ മരിച്ചു പോകുന്നു, എന്നിട്ട് നാടിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് രാജിയെന്നും പറഞ്ഞ് ആരും എന്നെ വരട്ടേന്നും വേണ്ട. അച്ഛൻ ഞാനങ്ങനെ വിരട്ടിയതൊന്നും അല്ല, കാര്യമായിട്ട് തന്നെയാ. കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആദ്യം അത് പരിഹരിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് വേണം നോക്കാൻ. അല്ലാതെ ചാടിക്കയറി രാജിവെക്കല. ഇത് കമ്പനിക്കാരല്ല അഖിൽ സർ, മനസ്സിലെ പ്രശ്നങ്ങളാ. എന്റെ അഭിപ്രായത്തില് ആ കുഞ്ഞിനെ മനപ്രയാസപ്പെടുത്തരുതെന്നാ. രാജിവെക്കാൻ സമ്മതിക്കണം. അപ്പച്ചി, അപ്പച്ചിയോടെ ചോദിച്ചില്ല. ആദ്യേട്ടൻ അപ്പച്ചിയോട് ചൂടാവുന്ന എന്തിനാ? അപ്പച്ചി പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ? ഐശ്വര്യ, മതി, നിർത്ത്. അമൃത, അമൃത മോൾക്ക് ഒന്നും പറയാനില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അച്ഛാ. ഞാനെന്ത് പറയാൻ? ഞാനെന്തു പറയാനാണെന്നോ? ഇത് അമൃതയുടെ കൂടി കമ്പനിയാ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അമ്മേ. എന്തായാലും എനിക്കതിൽ നിന്നുള്ള നേട്ടങ്ങളൊന്നും വേണ്ട. ആര് പോയാലും എനിക്കൊന്നുമില്ല, ആര് വന്നാലും അതുപോലെ തന്നെ. അതെന്താ മോളെ, സംസാരത്തിലൊക്കെ ഒരു മര്യാദ കുറവ്? അയ്യോ അച്ഛാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛനോടും അമ്മയോടും എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനാ. ശ്യാമയുടെ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിലെ കാരണം ഞാൻ പറയട്ടെ. അമൃതയാണ്. അല്ലേ മോളെ? അതെങ്ങനെയാ അച്ഛൻ ഞാൻ കാരണമാവുന്നേ?